ഭാഷയല്ല, അതിൻ്റെ ആള് കാര്യങ്ങളൊക്കെ. തെലുങ്ക് എന്ന് പറയുന്നതൊക്കെ വളരെ ഒരുപാട് പാട്ടുണ്ട്, തെലുങ്ക് പാട്ട്. ഒരു സിനിമയിൽ അങ്ങനെ ധൈര്യപൂർവ്വം നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കില്ല. ആ പ്രമേയത്തിൻ്റെ ശക്തി തന്നെയാണ്. മാത്രമല്ല ഇതിൽ ആ മ്യൂസിക് ആയാലും. അപ്പോൾ ഇത് ശരിക്കൊരു ഒരു സിനിമയ്ക്ക് വേണമെങ്കിൽ ചിന്തിക്കാതെ ഒരു റെവല്യൂഷൻ ഈ സിനിമയ്ക്കകത്തുണ്ട് ഭാഷകളുടെ. എന്തടി എന്തടി പനങ്കിളിയെ നിന്റെ ചുണ്ടത്തെ ചുണ്ടപ്പൂ ചോന്നതെന്തേ, കണ്ണാടിയിൽ നിന്റെ കൺപീലിയിൽ കള്ളക്കരിമഷി എഴുതിയതാരാണ്? അന്തിക്ക് ചെന്തെങ്കിൽ പറന്നിറങ്ങും മേലെ മാനത്തെ കുന്നത്തെ പൊന്നമ്പിളി, അരിമുല്ലമേൽ കാറ്റ് കളിയാടുമ്പോൾ എന്റെ ചിരിച്ചിപ്പു കിലുക്കണതാരാണ്? അപ്രതീക്ഷിതമായിട്ടാണ് പടക്കം പൊട്ടുന്ന പോലെയുള്ള കൈയടി. അത് ലാലേട്ടൻ്റെ എൻട്രി പോലെ തന്നെ പല പല ഘട്ടങ്ങളിലും വന്ന പോലെ തന്നെ പണ്ടൊക്കെ ഡയലോഗിന് ശേഷം ആക്ഷൻ, ഇപ്പോൾ അടിക്ക് ശേഷം ഡയലോഗ് എന്നൊക്കെ പറയുന്ന സീൻ അപ്രതീക്ഷിതമാണ് ശരിക്കും പറഞ്ഞാൽ. അത് വേണമെങ്കിൽ വലിയ ഫൈറ്റ് ആക്കാവുന്ന ഒരു സാധനമാണ്. പക്ഷെ അങ്ങനെ ഒരു ഫൈറ്റ് ആക്കുമ്പോൾ ആ സീനിൻ്റെ എഫക്റ്റ് പോകും. അതൊരു ഫൈറ്റ് എന്ന് പറയുന്ന പ്രതീക്ഷിക്കുന്ന ഒരു സമയമാണ്. അതായത് ലാലേട്ടനെ ലോറിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് പതുക്കെയുള്ള വരുമ്പോഴുള്ള മ്യൂസിക്കും അയാളുടെ നിപ്പും കൂടി കാണുമ്പോൾ ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും നടക്കുന്നു വിചാരിക്കും. പക്ഷേ ആദ്യം നടക്കുന്നത് അത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെ ഒരു പ്രയോഗം കൊണ്ട് ഒരുപാട് പേര് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ധൈര്യം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. തീർച്ചയായിട്ടും ഒരാളെ ഒറ്റ അടി കൊടുക്കുക എന്ന് ഒന്നും ഫലിക്കാതെ വരുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് അടി എന്ന് പറയുന്നത്. അപ്പോൾ അയാളുടെ ഒരു ധൈര്യമാണ് അതിൽ കാണിക്കുന്നത്. എം ജയചന്ദ്രൻ്റെ നല്ല പാട്ടുകളുടെ കൂട്ടത്തിലാണ് തിയേറ്ററിൽ മറ്റൊരു കയ്യടി വരുന്നത്. നമ്മുടെ ദാസേട്ടൻ്റെ നല്ല പാട്ട് പെട്ടെന്ന് സ്ക്രീനിലേക്ക് വരുമ്പോൾ ജനത്തിൻ്റെ ഒരു ഉന്മാദം, മലയാളത്തിൻ്റെ മൃതസഞ്ജീവനി എന്ന് പറയുന്നത്. സങ്കടകരമായ കാര്യം, അത് എഴുതിയ ഗിരീഷ് പുത്തഞ്ചേരി നമ്മളെ വിട്ടുപോയി. ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ അവസാനകാല രചനകളിലൊന്നാണത്. വളരെ പവർഫുള്ളായിട്ടുള്ള വേർഡിങ്സാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു അച്ഛനും മകളും കുഞ്ഞുങ്ങളെ മൊഴിയറിയാ മക്കൾ വളരരുത് എന്ന് തോന്നുന്നൊക്കെ പറയുന്നത് വളരെ ടച്ചിങ് ആയിട്ടുള്ള. എപ്പോഴും ഗിരീഷ് പുത്തഞ്ചേരിയും ജയചന്ദ്രനും അല്ലെങ്കിൽ രവീന്ദ്രൻ മാഷൊക്കെ ആയിട്ട് ചേരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് നല്ല പാട്ടുകൾ സിനിമയിൽ പാടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു പാട്ടുകളിലായിട്ട് ഒന്നായിട്ട് ഞാനിതിനെ കാണുന്നു. ഇനിയുള്ള ചിത്രങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു മെസ്സേജിൻ്റെ ഒരു സാധ്യതകൾ നല്ല മെസ്സേജ് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം ഞാൻ അടുത്ത എൻ്റെ റിലീസ് നടന്ന കണ്ടഹാർ എന്നൊരു ഫിലിമാണ്. അതിൽ തീർച്ചയായിട്ടും ഒരു മെസ്സേജുണ്ട്. കാര്യം ഒരു ടെററിസ്റ്റിന് എതിരെയാണ്, അല്ല ഒരു ഹൈജാക്കിനെ രക്ഷപ്പെടുത്തി തിരിച്ചുകൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വളരെ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ചൈന ടൗൺ എന്നൊക്കെയുള്ള സിനിമയാണ്. അതൊക്കെ ഒരു ഫൺ ഫിലിമാണ് റഫി മക്കാട്ടിൻ്റെ. അങ്ങനെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ സിനിമയിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ സാധിച്ചാൽ അതൊരു മെസ്സേജ് എന്നാണ്. ഒരുപക്ഷെ നല്ല സിനിമ ആണ്, നന്നായിട്ട് ചിരിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു മെസ്സേജാണ്. അല്ലെങ്കിൽ ഇത്തരം പിന്നെ സന്ദേശങ്ങളുണ്ടെങ്കിൽ അത് നല്ലൊരു മെസ്സേജാണ്. ഇന്നൊരു രാത്രി കൂടെ നിനക്ക് നിന്റെ ഹോസ്റ്റലിൽ നിന്നാ എന്തായിരുന്നു കുഴപ്പം? ഞാൻ നാളെ വന്ന് കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞല്ലേ അല്ലേ? മിണ്ടരുത്. തന്നിഷ്ടം കാണിച്ചിട്ട് നിന്ന് എന്താ രാമേട്ട ഇത്? ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? മോൾ ഒരു മണ്ടത്തരം കാണിച്ചു തന്നിരിക്കട്ടെ. ഒരു കുഴപ്പമില്ലാണ്ട് അവൾ ഇവിടെ എത്തിയില്ലേ? പിന്നെന്താ എത്തി? അത് അവളുടെ മിടുക്കല്ല. തിരക്ക് പിടിച്ച നഗരത്തിലൂടെ തിരക്കിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഷിക്കാറിൻ്റെ പോസ്റ്റ് സ്വയം കാണുമ്പോൾ എന്ത് തോന്നും? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നല്ല പോസ്റ്റാണെന്ന് പറയാം. കാര്യം വളരെ 33 വർഷമായില്ലേ ഞാൻ ഈ സിനിമ. കുറേ നാൾക്ക് ശേഷമാണ് പ്രേക്ഷകർ ഞങ്ങൾ ഈ ഒരു നല്ലൊരു ആക്ഷൻ്റെ ഒരു നല്ല സ്റ്റിൽ മുമ്പ് പറഞ്ഞ പോലെ കാണുന്നത്. അപ്പോൾ അത് പിന്നെ അപ്പോൾ തീർച്ചയായിട്ടും നല്ല സിനിമകൾ ഉണ്ടാകാനായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് പ്രവർത്തിക്കണം. ഞാനെപ്പോഴും പറയാറുണ്ട്, ഞാനെപ്പോഴും സംവിധായകരെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പത്മകുമാറിൻ്റെ ഈ സിനിമയെ ഞാൻ അതിനു മുമ്പുള്ള പല സിനിമകളും നമ്മളുടെ വിശ്വാസത്തെ തെറ്റിച്ചുകൊണ്ടാണ് ആ സിനിമയുടെ ഗതി മാറിയത്. അതിലിപ്പോൾ ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു ശതമാനമൊക്കെ എനിക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റും. ഇനി അത് മാറ്റിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു സംഘമായിട്ടിരിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടത്തുകയും ഈ സിനിമ എങ്ങനെ
ആൾക്കാരിലേക്ക് അവർ പ്രതീക്ഷിക്കുന്നതിൻ്റെ 1% മുകളിലായാൽ മതി. ഞാൻ പ്രതീക്ഷിച്ച പോലെ ശരിയായില്ല എന്ന് പറയുന്ന ആ പ്രതീക്ഷ എന്താണെന്ന് അറിയില്ല. അവൻ വളരെ ഒരു മിനിമമായിട്ടായിരിക്കും പ്രതീക്ഷിക്കുന്നത്. അതിലും താഴെ പോകുമ്പോഴാണ് അവർക്ക് സങ്കടം വരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഒരു പുതിയ ചിന്തയും പുതിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് മലയാള സിനിമയിലേക്ക് ഒരു പ്രവേശിക്കാവുന്ന ഉള്ളൊരു ഒരു വിശ്വാസം, ഒരു പ്രാർത്ഥനയാണ് എനിക്കിപ്പോൾ. എന്റെ ചെക്കനായി എന്റെ രമണി മോടെ കെട്ടിയോ പിള്ളവും പാപ്പാന്ന് തികച്ചു വിളിക്കല്ല ഇവൻ. എന്നെ ജീവന എന്റെ കുഞ്ഞിന്. അപ്പോഴാ അവിടെ ഒരു സത്യേട്ട ഞാനടി നമ്മുടെ ആയാലോ. ദിവസങ്ങൾക്ക് മുമ്പ് അമ്മമാർക്കൊപ്പം തൃപ്രയാർ ഒരു വേദിയിൽ ലാലേട്ടനെത്തുന്നു. കഴിഞ്ഞു പോയ ദിവസങ്ങളിലൊന്ന് ഒരു ഗണപതി വിനായക ചതുർത്ഥി ദിവസവുമായി ബന്ധപ്പെട്ട് വളരെ അപൂർവമായിട്ടുള്ള ഒരു ശില്പം കൈപ്പറ്റാനായി സമയം കണ്ടെത്തുന്നു. എത്രയോ വേദികളിൽ, ഇനിയും പറഞ്ഞാൽ തീരില്ല, അത്ര കണ്ട് വേദികളിലേക്ക് എത്തുന്നു. ഈ ഓരോ ചിത്രം റിലീസ് ചെയ്യുന്ന പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ഒരു ക്യൂരിയോസിറ്റി, ഒരു നടൻ എന്ന രീതിയിലുള്ള, ഒരു താരമെന്ന രീതിയിലുള്ള ഒരു 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 പ്രതീക്ഷ ഈ ശിക്കാറിൻ്റെ ദിവസവും. പണ്ടും ഞാൻ അങ്ങനെ വളരെ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ആളല്ല. റിലീസ് എന്ന് പറയുന്നത്, സിനിമ റിലീസ് അത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പരീക്ഷ എഴുതുന്നവരാണ് അല്ലേ. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് തെറ്റാൻ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് അല്ല. തീർച്ചയായിട്ടും ആ സിനിമ നന്നായി എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. ഈവൻ മറ്റ് പല സിനിമകളും മോശമായി എന്നറിയുമ്പോൾ അതിലൊരു സങ്കടം തോന്നും. കാര്യം സിനിമ എന്ന ഇൻഡസ്ട്രി മുന്നോട്ട് ചലിക്കണമെങ്കിൽ സിനിമകൾ ഹിറ്റായാലേ പറ്റൂ. എൻ്റെ തന്നെ സിനിമ വേണമെന്നില്ല, മറ്റെല്ലാവരുടെയും സിനിമകൾ പ്രേക്ഷകർ കാണുകയും എന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു വീൽ മുന്നോട്ടുള്ളൂ. അപ്പം സിനിമകൾ നന്നായി വരണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അല്ലാതെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഡേയിൽ ഞാൻ വിളിച്ച് എങ്ങനെയുണ്ട് സിനിമ, അത് മോശമാണോ മറ്റേ ആളുടെ, അങ്ങനെയൊന്നും ഞാൻ പണ്ടുമില്ല ഇപ്പോഴും അന്വേഷിക്കാറില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ആൾക്കാരെ കണ്ടപ്പോൾ എങ്ങനെയുണ്ട് സിനിമ, വളരെ നന്നായെന്ന് പറഞ്ഞാൽ സന്തോഷം നേരുന്നു. അപ്പോൾ അതൊരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വെറുതെ നമുക്ക് ടെൻഷൻ കൂട്ടാനുള്ളൊരു കാര്യമാണ്. അല്ല, ലാലേട്ടൻ അങ്ങനെ ടെൻഷൻ കൊണ്ട് ആവശ്യമില്ല. കാരണം ഫിലിം റിലീസാകുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്താണ് ഇതിന്റെ ട്രെൻഡ്, ഏത് രീതിയിൽ പറയാൻ പറ്റില്ല. പലപ്പോഴും വളരെ ആൾക്കാർക്ക് അങ്ങനെ കൊള്ളില്ല എന്ന് പറഞ്ഞ എത്രയോ സിനിമകൾ ഭയങ്കര സൂപ്പർ ഹിറ്റായി മാറി. സിനിമയുടെ ഗതി അങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. പക്ഷെ ബേസിക്കായിട്ട് നമുക്ക് ഒരു നല്ല സിനിമ ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസമില്ല. അത് തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും തിരക്കഥയിൽ ആൾക്കാർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ പണ്ട് മുതലേ നമ്മുടെ ഒരു കംപ്ലൈൻ്റായിട്ട് പോലും പറയുന്നത്. നമ്മൾ അപ്പോൾ ഇരുന്ന് എഴുതുക, അല്ലെങ്കിൽ അത് എഴുതിയതിനെ പ്രോപ്പറായിട്ടുള്ള ഒരു ചർച്ചയിലൂടെ അല്ലാതെ സിനിമ എടുക്കാൻ വരിക എന്ന് പറയുന്ന ഒരു കാര്യത്തോട് നമുക്ക് തീരെ യോജിപ്പില്ല. അതിപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് പ്രാവശ്യം പല ഫ്ലോസ് ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് നന്നാക്കി നല്ല സിനിമകളിലേക്ക് എങ്ങനെ നമ്മുടെ ഗതിയെ കൊണ്ടുപോകുക എന്നുള്ള ചിന്തയിലാണ്. ഷിക്കാർ എന്ന ചിത്രത്തിൽ അനുഭവസമ്പന്നരായിട്ടുള്ള ആക്ടേഴ്സിനോടൊപ്പം തന്നെ യങ്സ്റ്റേഴ്സിൻ്റെ നല്ല നിര തന്നെയുണ്ട്. ഇപ്പോൾ ക്യാമറയ്ക്ക് പുറകിലാണെങ്കിലും ക്യാമറയ്ക്ക് മുമ്പിലാണെങ്കിലും ശരി, ഷിക്കാറിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ ഈ മുതിർന്നവരുടെയും ജൂനിയേഴ്സിൻ്റെയും തമ്മിലുള്ള നല്ലൊരു ചേർച്ച തീർച്ചയായിട്ടും ഈ ചിത്രത്തിൻ്റെ അനുകൂല ഘടകമാണ്. അതുതന്നെയാണ് ഒരു പ്രായം കഴിഞ്ഞ പ്രേക്ഷകർ, അതായത് ഒരു 40s, 50s അല്ലെങ്കിൽ 20s എന്നൊക്കെ പറയുന്ന എല്ലാ വിഭാഗത്തിനും ഒരുമിച്ച് ഷിക്കാർ കാണാനുള്ളൊരു താല്പര്യം. അത് ഫസ്റ്റ് ഷോ എന്നോ മോർണിംഗ് ഷോ എന്നോ ഒബ്രോൺ മാൾ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അത് കാണുക എന്നുള്ളൊരു പ്രത്യേക സുഖം തീർച്ചയായിട്ടും ഉണ്ടാകുന്നു. ലെഫ്റ്റ് കേണൽ പത്മശ്രീ ഭരത് ഡോക്ടർ മോഹൻലാൽ, ഹാറ്റ്സ് ഓഫ്. താങ്ക് യു. പൂമാലക്കാവിൽ പൂരക്കാലം, ചിങ്ങപ്പൂത്തുമ്പി പെണ്ണിൻ കല്യാണം, ചിങ്കാരച്ചാന്തും മിന്നും പൊന്നും പുള്ളിപ്പാവാടയും പട്ടും വാങ്ങീണം, കന്നിക്കദളിപ്പൊൻ കൂടപ്പന്റെ കളിവെള്ളം നെല്ലിത്തുഴഞ്ഞിതിലെ നീ പെണ്ണെ പോരുകില്ലേ. എന്തടി എന്തടി പനങ്കിളിയെ നിന്റെ